പാളിപ്പോയ ഒരു ഷിപ്പ് യാത്ര അങ്ങനെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ആഗ്രഹിച്ചത് വേറെയും പോയത് വേറൊന്നിലും. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ ദുബായ് ജദ്ദാഫിലുള്ള ഈ ലക്ഷറി ക്രൂസ് ഷിപ്പ്, അതായത് ദാക്ക് എടുക്കുന്ന ലക്ഷറി ക്രൂസ് ഷിപ്പിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. 5 ആളുള്ളതിനെ കൊണ്ട് ഞങ്ങൾക്ക് വൻ ലാഭത്തിലാണ് ടിക്കറ്റ് കിട്ടിയത്. പെർ പേഴ്സൺ 25 ദിർഹംസ് ഓൺലി. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഭാഗത്തുകൊണ്ട് മിസ്റ്റേക്ക്. ഞങ്ങൾ നേരെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കൊച്ചാപ്പാട വില്ലേ പോയി അവരെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ 6 മണിക്കാണ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ചായ കുടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഇവിടെ എത്തിയത് 8:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, 9 മണിക്കാണ് ഈ ലക്ഷറി ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് അത് ഫില്ലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണഗതിയിൽ പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ പോയത് ഒരു മിനിമം ആയിട്ടുള്ള ഒരു ക്രൂസ് ഷിപ്പിലേക്കാണ്. മിനിമം എന്ന് പറഞ്ഞാൽ വളരെ മിനിമം. കൊച്ചാപ്പാടെ ഫ്രണ്ട് ത്രൂ വഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ദുബായ് ജദ്ദാഫിലുള്ള ക്രൂസ് ഷിപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ആയിട്ട് ഒരു കച്ചുണ്ടായിരുന്നു. അതിൽ നല്ല റഷ് ഉള്ളതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ്സ് അവിടെയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഷാ അല്ലാഹ് നമുക്കൊരു മിനിമം ലക്ഷറി അല്ലെങ്കിലും ഒരു ക്രൂസ് ഷിപ്പ് കിട്ടിയായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു സോഫ, 2 ടേബിള്, ഡൈനിങ് ടേബിള്, പിന്നെ ഈ ഒരു സൈഡിലും ടേബിൾ ഉണ്ടായിരുന്നു. നമ്മൾക്ക് വന്ന ഉടനെ വെള്ളവും ഒക്കെ കിട്ടിയായിരുന്നു. ഞങ്ങളിതാ ഈ ഒരു ടേബിളുമേ എല്ലാവരും സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. മേലത്തെ ഫ്ലോറ് അടിപൊളിയായിട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ കണ്ട ഹയാന് ഇവിടെയും വന്നിട്ടുണ്ട്. 6-ാം തീയതിയാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവരായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് ഈ ഒരു ഷിപ്പിൽ പോയിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ. പുറത്തെ കാഴ്ചകളും മേലെയാണ് സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത്. മേലെ ഇരുന്നാൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് വരാൻ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. മേലെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം മുമ്പ് ആൾക്കാർ കയറിയിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഫുള്ളായിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കാൻ മേലേക്ക് പോയെങ്കിലും ഹയാനും ബിലാലും ഫുള്ള് ഇതാ താഴെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാനും. ഈ ഒരു നൈറ്റിൽ ഈ ബ്രിഡ്ജിൻ്റെ ബ്ലൂ ലൈറ്റും ഒക്കെ കൂടി വരുമ്പോൾ വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഈ നേരത്ത് ഞങ്ങളൊന്നും മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് അവിടെ തന്നെ ഇരുന്നു. ഇതാണ് നമ്മളെ ഒരുപാട് ആക്ടേഴ്സൊക്കെ സ്റ്റേ ചെയ്യുന്ന ക്രൗൺ പ്ലാസ ബിൽഡിങ്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർ ഫൗണ്ടൈൻസും കാണാം. അതും നല്ല രസമുണ്ടായിരുന്നു. അവിടെയും ഒരുപാട് ഷിപ്പുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് വേൾഡ് ഫേമസ് ഖുറാൻ ബിൽഡിങ്. ഇതും ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കണ്ടു. ബുർജ് ഖലീഫയുടെ ഒരു ഷാഡോയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തും തോറും അടുത്തടുത്തായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ഞങ്ങളും മേലേക്ക് കയറി. കാരണം മേലെ ഒരു സോഫയിൽ അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇവിടേക്ക് ഇരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു, സെറ്റായിട്ടുണ്ട്. ഞങ്ങളിരുന്ന സ്ഥലവും നല്ല സ്ഥലം തന്നെയായിരുന്നു. കാരണം ഫ്രണ്ടിൽ തന്നെയായിരുന്നു. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനും നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫോറിൻസ് ആയിക്കോട്ടെ, അറബി ഫാമിലി, അങ്ങനെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ കാരണം ഈ ഒരു ഫാമിലി ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാമിലിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യണോണ്ട് ആ സോഫയിലുള്ള ആൾക്കാർ അവിടെ നിൽക്കണോണ്ടാണ് സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളവിടെ അടിപൊളിയായി സിറ്റൊക്കെ ചെയ്ത് ഞങ്ങളെ വിചാരം ഞങ്ങൾക്ക് സീറ്റ് ഒഴിഞ്ഞു കിട്ടിയെന്നായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫുഡ് ടൈം ആയിരുന്നു. ഫുഡ് നമുക്ക് അൺലിമിറ്റഡ് ആയിരുന്നു. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമായിരുന്നു. കുറ്റം പറയില്ലല്ലോ, വായ വെക്കാൻ പറ്റാത്ത ഫുഡായിരുന്നു. കബാബ് മാത്രമാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ റൈസ്, പിന്നെ ക്യാരറ്റ് ഹൽവ, അങ്ങനെ ഒരുപാട് ഡെസേർട്ടായിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാലഡ് സൂപ്പറായിരുന്നു. വേറെ എന്തൊക്കെയോ റൈസ് ഉണ്ടായിരുന്നു. പനീരിൻ്റെ എന്തോ കറി ഉണ്ടായിരുന്നു. പിന്നെ ഡാൽ കറി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് മുൻപാണ് എത്തിയിരുന്നെങ്കിൽ, അതായത് ഒരു 30 മിനിറ്റ്സ് മുൻപാണ് എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ ലക്ഷറി ഷിപ്പ് കിട്ടായിരുന്നു. അതിലാണെങ്കിൽ ഒരുപാട് കട്ട് ഫ്രൂട്ട്സ്, ഡെസേർട്ട്, വെറൈറ്റി ഫുഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ലോഗോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് അറിയുക, ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഷിപ്പ് കിട്ടാതിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മേലെ നല്ല ഡാൻസ് നടക്കുകയാണ് കേട്ടോ. നല്ല അറബിക് ഡാൻസാണേ. ഞങ്ങൾ താഴെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇനി എപ്പോൾ താഴേക്ക് വരുന്നു ഓർത്തിട്ട്. ഇയാളെ കൂടെ മേലെ ഉണ്ടായിരുന്ന അവരെ ഫാമിലിയും താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമാണെങ്കിൽ അങ്ങനെ മലയാളി ഫാമിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. തമിഴ് ഫാമിലി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വേറെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു. താഴെയാണെങ്കിൽ കംപ്ലീറ്റ് മലയാളീസാണ് കേട്ടോ. ഒക്കെ മലപ്പുറം വൈബിലുള്ളവരാണ്. ഒരുപാട് ഈ ഒരു ഫാമിലി ഒഴിച്ച്, അതായത് ഈ ചൈനീസ് ഫാമിലി ഒഴിച്ച് ബാക്കിയൊക്കെ മലയാളീസായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഈ താഴെന്ന് പറഞ്ഞാൽ സീലിംഗ് അധികം ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് ഒരുപാട് നേരം ഡാൻസ് കളിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം നമുക്കൊരു ടെഡി പാണ്ടനെ തന്നിട്ടുണ്ടായിരുന്നു.
നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. കൊച്ചാപ്പാനായിട്ടും എല്ലാവരുടെ അടുത്തും പോയിട്ട് ഹഗ് ചെയ്തായിരുന്നു ടെഡി പാണ്ട. അതിന് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവാന് ഭയങ്കര കരച്ചിലായിരുന്നു ഇത് കണ്ടിട്ട്. ഇവാൻ്റെ കരച്ചിൽ കണ്ടിട്ട് പാണ്ട അധികം വന്നില്ല. ജസ്റ്റ് ബിലാലിൻ്റെ അടുത്തേക്ക് പോയി. ബിലാൽ പേടിച്ചപ്പോൾ പാണ്ട റിട്ടേൺ പോയി. പിന്നെ ദാ ഈ ഒരു ഇവാന് കരയണേൻ്റെ റീസൺ വേറെ ഒന്നല്ല, ഇത്ര ബിഗ് പാണ്ടനെ അവൾ കാണുന്നത്. അതായത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നതുകൊണ്ട് ഒരു പേടിയായിട്ടാണ് ഭയങ്കര കരച്ചിൽ ഇവാനും കേട്ടോ. ഈ ഒരു ഷിപ്പിൽ എൻജോയ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാണ്ടയും ഡാൻസും പിന്നെ കൊക്കക്കോളയും. കൊക്കക്കോള പിന്നെ ടേസ്റ്റിൽ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതും കുടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പിന്നെയും ഒരു എൻജോയ്മെൻറ്റ് തോന്നിയത്. മേലേക്ക് പിന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഫുള്ള് തിരക്കായിരുന്നല്ലോ. അവരെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞപ്പോൾ അവർ ആ സീറ്റിൽ ഇരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്നത്തെ പോലെ താഴേക്ക് തന്നെ ഇരുന്നു. ഇവിടെ ഗ്ലാസ്സിൽ കൂടെ കാണുന്ന വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു ബേബീനെ എടുത്തിട്ട് പാണ്ട് ഒരുപാട് നേരം ഡാൻസൊക്കെ കളിച്ചിട്ടോ. ആ ബേബി അങ്ങനെ കരഞ്ഞൊന്നുമില്ല. ഞാൻ ഇവാനിനെയും കൊടുക്കാൻ നോക്കി, പക്ഷേ ഇവാനും ഇവിടെ ഭയങ്കര കരച്ചിലായതുകൊണ്ട് പിന്നെ കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ പാണ്ടയുടെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ പാണ്ടത മെല്ലെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. 2 മണിക്കൂറിന് ശേഷം, അതായത് 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. നമ്മൾ ഈ ഒരു ഡാൻസും ഈ ഒരു എൻ്റർടൈൻമെൻറ്റിലൊക്കെ ഇരുന്നിട്ട് 2 മണിക്കൂർ ശേഷം നമ്മൾ വന്ന സ്ഥലം, അതായത് ജദ്ദാഫിൽ തന്നെ വന്നു. ഞങ്ങൾ ഇവാൻ ആ കരച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ, പാണ്ടനെ കണ്ടിട്ടുള്ള കരച്ചിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയും കാലൊക്കെ വാഷ് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങളാണ് കേട്ടോ ഇറങ്ങാൻ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ബാക്കിൽ ഭയങ്കര റഷായിരിക്കും, ഒരുപാട് ഷിപ്പുകൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല റഷായിരിക്കും എന്നറിയാം. അപ്പോൾ പിന്നെ ലിഫ്റ്റും കിട്ടില്ല നമുക്ക് പാർക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഏരിയയിൽ അധികം തിരക്കങ്ങോട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഷിപ്പ് വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിപ്പിലുള്ള ആൾക്കാരും പിന്നെ ഇനി വരാനുള്ള ഷിപ്പിലുള്ള ആൾക്കാരും കൂടിയിട്ട് ഭയങ്കര തിരക്കാവും. അപ്പോൾ അതിന് മുമ്പ് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് വേഗം നടക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് എനിക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ നടന്നില്ല. പിന്നെ ഒരു ഷിപ്പിൽ വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു വെഡ്ഡിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാണാൻ. ബ്രൈഡും ഗ്രൂമും എന്താ നടന്നു പോവാണ്. ഞാൻ കുറച്ച് നേരം നടക്കാൻ സ്ലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവാനും ഇക്ക എന്നെ വെയിറ്റ് ചെയ്യാണ്. ഇനിയുള്ള വീഡിയോസ് ഇക്കാട് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കണതൊക്കെ. നമ്മളെ ബാക്കിൽ ഒരുപാട് പേര് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ ഓടുകയാണ് കേട്ടോ നടന്നിട്ട് വേഗം എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവാനു വേറൊരു സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ബിലാലിൻ്റെ ഹയാൻ്റെ അടുത്തേക്ക്. ഹയാൻ ഡ്രസ്സൊക്കെ ഊരിട്ടാണ് നടക്കുന്നത് ചൂടെടുത്തിട്ട്. എങ്ങനെയുണ്ട് ട്രിപ്പ് എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല യാത്ര. പക്ഷേ ആ ലക്ഷറി ഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായി എന്ന് എനിക്ക് തോന്നി. നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജാണ്. ഇനി ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ലിഫ്റ്റിൽ പോകണം ബ്രിഡ്ജിൽ. അപ്പോൾ ലിഫ്റ്റ് നല്ല തിരക്കായതുകൊണ്ട് ലിഫ്റ്റ് വന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വിചാരിച്ചു സ്റ്റെപ്പ് തന്നെ കയറാമെന്ന്. സ്റ്റെപ്പ് തന്നെ കയറാമെന്നല്ല, സ്റ്റെപ്പ് തന്നെ ഇറങ്ങാമെന്ന്. അങ്ങനെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 മണിക്ക് അവസാനിച്ചു. ഇപ്പോൾ ഒരു 11:15 ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങളാണ് ഇറങ്ങണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇറങ്ങുകയാണ് എല്ലാവരും കൂടിയിട്ട്. ഇവിടെ ഗ്രൂമും ബ്രൈഡിൻ്റെ വേറെ വീഡിയോസും വേറെ ഫോട്ടോസും ഒക്കെ എടുക്കണ തിരക്കായതുകൊണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്തായിരുന്നു. അവരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ UAE-യിലുള്ളവർ ഇങ്ങനെ ഷിപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.